മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഏറെ നാളുകൾക്ക് കാത്തിരിപ്പിന് ശേഷം നെറ്റ്ഫ്ലിക്സിലെ ലോക്കപ്പ് സീസൺ 2 ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസമായി ഷോ തുടങ്ങിയിട്ട്. ഏതായാലും അതിനെക്കുറിച്ച് ഞാൻ കണ്ടതിനെ കുറിച്ചൊരു ചെറിയ റിവ്യൂ ആണ് പറയുന്നത്. ഈ ഷോയിൽ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ യോഗേഷ് റാവത്തും ആകാശ ചൗധരിയാണ്. ഇവരെ അറിഞ്ഞുകൂടാത്തൊരു സ്പ്ലിറ്റ് വില്ല സിസ്റ്റം കണ്ടവർക്കൊക്കെ ഇവരെ അറിയാം. കാരണം സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് ഹിറ്റായ ഒരു കപ്പിളായിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ പിരിഞ്ഞു പോയെങ്കിലും ആ സമയത്ത് തന്നെ പ്രേക്ഷകർ ഒരുപാട് ആകാശിനെയും യോഗേഷിനെയും തിരിച്ച് കാണാൻ ആഗ്രഹിച്ചിരുന്നു. യോഗാംശ എന്ന് ആൾക്കാർ അവരെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ സീസണിൽ വന്നത് ഒരു വമ്പൻ ഹൈലൈറ്റാണ്. നെറ്റ്ഫ്ലിക്സ് തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള ഹൈപ്പാണ് കൊടുക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഹിന്ദി സീരിയലിൽ ഫേമസായ ഹർഷിത് ചോപ്ര, ശിവാംഗി ജോഷി, റാം കപൂർ, പിന്നെ ബോളിവുഡ് നടൻ ഗോവിന്ദയുടെ വൈഫ് സുനിത തുടങ്ങിയവരെല്ലാം ഈ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും ആദ്യത്തെ 2 ദിവസത്തെ ഒരു എപ്പിസോഡോടുകൂടി തന്നെ ഈ ഷോ ഒരു വമ്പൻ ഹിറ്റായി മാറിയിരിക്കുന്നു. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ നമ്പർ 1 ആണ് ഈ ഷോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആദ്യ ദിവസം തന്നെ റാം കപൂറും ശ്രേയ കൽറ എന്ന് പറയുന്നൊരു പോഡ്കാസ്റ്ററാണ്, റോഡീസിലൊക്കെ പങ്കെടുത്ത ഒരു പെൺകുട്ടിയാണ്. അവർ തമ്മിൽ നല്ല രീതിയിലൊരു തർക്കം ഉണ്ടായിരുന്നു. അത് റാം കപൂറിൻ്റെ പുറത്തെ ചില വിവാദങ്ങളെക്കുറിച്ച് അതിനകത്ത് സംസാരിക്കുമ്പോൾ ശ്രേയ അയാളപ്പം അവിടെ മാപ്പ് പറയണമെന്നൊക്കെ പറയും. പക്ഷെ അങ്ങേരെ അത് മാപ്പ് പറഞ്ഞില്ല. അതിനെ ചൊല്ലി അവർ തമ്മിൽ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഉടക്കിയിരുന്നു. ഇതിൽ പിന്നെ നെഗറ്റീവായി, പക്ഷേ ഇതൊക്കെ ശ്രേയക്ക് നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടതായിട്ട്. മാത്രമല്ല യോഗേഷ് റാവത്തും ആകാശ ചൗധരിയും സ്റ്റേജിലേക്ക് വന്നപ്പോഴും ശ്രേയ അവർക്കിടയിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. സോ ഇതും ശ്രേയയ്ക്ക് വളരെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ടുമാണ് വന്നിട്ടുള്ളത്. സ്പ്ലിറ്റ് വില്ല സിസ്റ്റയിൽ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കിയ 2 കണ്ടസ്റ്റൻ്റ് ആയിരുന്നു യോഗേഷും ആകാശയും. ഈ 2 പേരെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയ കുറേ കാലം. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റർ എന്ന നിലയിൽ യോഗേഷിനെയും ആകാംക്ഷയെയും ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ശ്രേയയിൽ നിന്നുണ്ടായിട്ടുള്ളത്. സോ ഇത് ഇനിയും മുന്നോട്ടുള്ള ഗെയിമിൽ അവർ 2 പേർക്കും ഒരു ശത്രുതയായിട്ട് തന്നെ നിലനിൽക്കുന്നത്. അതിന് ഉദാഹരണം തന്നെയായിരുന്നു നെക്സ്റ്റ് ഡേയിൽ, അതായത് ഇന്നലത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിച്ചത്. ആദ്യം യോഗേഷുമായിട്ട് ചെറിയ തരത്തിൽ ശ്രേയ എന്തൊക്കെയോ പറഞ്ഞ് അടി ഉണ്ടാക്കി, യോഗേഷിനെ ചീറ്റർ എന്ന് വിളിക്കുകയും ചെയ്തു. മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് വീണ്ടും ഒരാൾ ചീറ്റ് ചെയ്തു. അങ്ങനെ ആ തരത്തിലൊക്കെ വഴക്ക് പോയപ്പോഴത്തേക്കും ആകാംക്ഷ അതിൻ്റെ ഇടയിൽ കയറി വന്നു. കാരണം ആകാംക്ഷയെക്കുറിച്ചായിരുന്നു ശ്രേയ പറഞ്ഞത്. പിന്നീട് അതൊരു വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഡെറോഗേറ്ററി കമൻറ്റ് കുറേ ഈ ശ്രേയ ആകാശയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നീട് ആകാംക്ഷയുടെ സഹോദരൻ ഒരു IAS ഓഫീസറായിട്ട് അവൾ എന്തിനാണ് പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് വന്നതെന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്ന രീതിയിലും, പിന്നീട് ഇങ്ങനെ അല്ലെങ്കിൽ പണമില്ലാന്നെങ്കിൽ നിനക്ക് എങ്ങനെയാണ് പണം കിട്ടുന്നതെന്നൊക്കെ ആകാശമെടുത്ത് ചോദിച്ചു. ഭയങ്കര ഡെറോഗേറ്റഡ് ഒരു നാസ്റ്റി ഫൈറ്റായിരുന്നു പിന്നീട് അവിടെ നടന്നത്. ഏതായാലും അതിനിടയിൽ നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ ശ്രേയസ് അയ്യരുടെ സഹോദരി ശ്രേഷ്ഠ യോഗേഷുമായിട്ടുണ്ടാക്കി. ഈ ആകാംക്ഷയും ശ്രേയയും തമ്മിലുള്ള ഫൈറ്റിനിടയിൽ ആകാംക്ഷനെ ശ്രേയ ബിച്ചെന്ന് വിളിച്ചു. അപ്പോഴത്തേക്കും ശ്രേയസിൻ്റെ സഹോദരി അതിനെ സപ്പോർട്ട് ചെയ്ത്. ബിച്ചെന്ന് വിളിക്കുന്നത് വലിയ തെറ്റില്ല, കാരണം മനുഷ്യനേക്കാൾ നന്ദിയുള്ളത് നായക്കാണെന്ന് ഒട്ടും ബന്ധമില്ലാത്ത തരത്തിലാണ് പറയുന്നത്. അപ്പോൾ യോഗേഷ് അതിന് നല്ല രീതിയിൽ മറുപടി കൊടുക്കും. എങ്കിൽ ബിജ് നീ ആയിരിക്കും, പക്ഷേ ആകാംക്ഷയ്ക്ക് അത് കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല രാത്രിയിൽ ഈ ശ്രേയസിൻ്റെ സഹോദരി അങ്ങനെ നമുക്ക് സ്ക്രീനിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മിക്കവർക്കും അറിയാം ഒരു സ്ക്രീൻ സ്പേസ് വേണമെങ്കിൽ യോഗേഷ്, ആകാംക്ഷ അല്ലെങ്കിൽ ലൈല എന്നറിയപ്പെടുന്ന വരുൺ എന്ന് പറയുന്ന ഒരാൾ, അയാൾ യൂട്യൂബുകളിൽ നല്ല രീതിയിൽ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെയൊക്കെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടത്തുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് രാത്രി തന്നെ യോഗേഷുമായിട്ട് അങ്ങോട്ട് കയറി ചെന്ന് ഈ ശ്രേഷ്ഠ ഒരു അടി ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ആദ്യത്തെ 2 എപ്പിസോഡ് കൊണ്ടുവന്ന് വളരെ നല്ല രീതിയിലാണ് ഈ സീസൺ 2 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പിന്നീട് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചൊരു കാര്യമായിരുന്നു ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ആകാശ ചമോള. അത് വേറൊരു ആർട്ടിസ്റ്റാണ്, മിക്കവർക്കും അറിയാം, ഒരു സീരിയലൊക്കെ അഭിനയിക്കുന്നതാണ്. മാത്രമല്ല ബിഗ് ബോസ് 90 ഗൗരവ് ഖന്ന വിന്നറായിരുന്നു, അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു. അവർ ആദ്യ ദിവസം തന്നെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഗൗരവ് ഖന്നയും അവരും തമ്മിൽ വിവാഹ ബന്ധം ഏർപ്പെടുത്താൻ പോവുകയാണെന്ന്. ഇതെല്ലാം എല്ലാവരെയും വളരെയധികം ഞെട്ടിപ്പിച്ചൊരു കാര്യമാണ്. കാരണം ഒരു സോഷ്യൽ മീഡിയയിൽ നല്ല ബെസ്റ്റ് കപ്പിളായിട്ടാണ് ഇവർ 2 പേരും അറിയപ്പെടുന്നത്. പക്ഷെ അങ്ങനെ അല്ലാന്നറിയുന്നത് എല്ലാവർക്കും ഇത്രയും നാളെ ഇവർ അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ ഉള്ള ചോദ്യം ഇതിൽ നിന്നൊക്കെ വരുന്നുണ്ട്.
മാത്രമല്ല ഏറ്റവും വലിയ ബെസ്റ്റ് കാര്യമെന്ന് വെച്ചാൽ ഇന്നത്തെ പ്രൊമോ, ഇന്നലെ കാണിച്ച ഇന്നത്തെ പ്രൊമോ എന്ന് വെച്ചാൽ യോഗേഷ് ആകാംക്ഷയോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഇഷ്ടമാണോ? അപ്പോൾ ആകാംക്ഷ പറയുന്നത് നമ്മളിപ്പോൾ ഫ്രണ്ട്സില്ലേ. അപ്പോൾ യോഗേഷ് ചോദിക്കുന്നുണ്ട്, പക്ഷേ നിൻ്റെ കണ്ണിൽ അതല്ലല്ലോ കാണുന്നത്. സോ ഇതൊക്കെ ഇന്നത്തെ ദിവസം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് വീണ്ടും യോഗാംശ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ആരെയൊക്കെ ഈ ഒരു സീസൺ കാണുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് പറയാം.